सबको मेरा नमस्कार. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്ഞാനരഞ്ജൻ ജി എഴുതിയിട്ടുള്ള പിതാ എന്ന് പറയുന്ന കഹാനിയാണ്. നയി കഹാനി ആന്തോളൻ കെ പ്രവർത്തക് തെ ജ്ഞാനരഞ്ജൻ ജി. ഹിന്ദി സാഹിത്യത്തിലെ നയി കഹാനി എന്ന് പറയുന്ന ഒരു ആന്തോളനത്തിൽ തൻ്റേതായിട്ടുള്ള ശൈലിയിൽ കഥ എഴുതി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ജ്ഞാനരഞ്ജൻ ജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു മിഡിൽ ക്ലാസ് ഫാമിലീൻ്റെ മാനസികാവസ്ഥ, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അതുപോലൊരു കഥയാണ് പിത എന്നത്. അതിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പോലെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരച്ഛനെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. उसने अपने बिस्तरे का अंदाज लेने के लिए एकमात्र आध पल को बिजली जलाई. बिस्तरे फर्श पर बिछे हुए थे. उसकी स्त्री ने सोते सोते ही बड़बड़ाया, आ गई, और बच्चे की तरफ करवट लेकर चुप हो गई. അപ്പോൾ ഇതിൽ ഒരു പുരുഷൻ ഒരാൾ രാത്രി നല്ലോണം വൈകിയിട്ട് തൻ്റെ റൂമിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് തൻ്റെ ബെഡ് എവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷ നേരത്തിന് വേണ്ടി ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ അവരുടെ വൈഫ് എണീറ്റിട്ട് ഓ വന്നോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങി. ले जाने पर उसे एक बड़ी टकार आती मालूम पड़ी, लेकिन उसने टकार ली नहीं. എന്നിട്ട് കിടന്നപ്പോഴാണ് ഇയാൾക്ക് നല്ലോണം ഏമ്പക്കം വരുന്നുണ്ടായിരുന്നു. ടക്കാർ എന്ന് വെച്ചാൽ ഏമ്പക്കം. പക്ഷേ उसे लगा कि ऐसा करने से उस छुप्पी में खलल पड़ जाएगा, तो चारों तरफ बरी है और काफ़ी रात गई, ऐसा होना उचित नहीं है. അപ്പോൾ അദ്ദേഹത്തിന് ഏമ്പക്കം വരുന്നുണ്ട്. പക്ഷേ അവരുടെ കുടുംബം മീൻസ് ഭാര്യ മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങുകയാണ്. ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അല്ലെങ്കിൽ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്യേണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു. अभी घनश्याम नगर के मकानों के लंबे सिलसिलों के किनारे किनारे सवारी गाड़ी दड़दड़ाती हुई गुजरी. थोड़ी देर तक एक बहुत साफ बहाता हुआ शोर होता रहा. सर्दियों जब एक गाड़ी गुजरती है तब तक लोग एक पहर की घासी नींद ले चुके होते हैं. गर्मियों की साढ़े 11 का कोई विशेष मतलब नहीं होता. यो उसके घर में जल्दी सोया, जल्दी खाया और जल्दी उठा करते हैं. അപ്പോൾ ഘനശ്യാം നഗറിലാണ് ഈ വീടുള്ളത്. ആ വീടിൻ്റെ അടുത്ത് തന്നെ എന്താണ് ഒരുപാട് ഗുഡ്സ് വണ്ടി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. അപ്പോൾ ഈ തണുപ്പ് കാലത്താണെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഈ നല്ലോണം രാത്രി ആവുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ നട്ടപ്പാതിര ആവുന്നതിൻ്റെ മുന്നേ ഒരു 10-11 മണിയൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലോണം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ചൂട് സമയത്ത് ഒരു 11 മണി എന്ന് പറയുന്നതും വലിയൊരു സമയമൊന്നും അല്ല. കാരണം ആൾക്കാർ ഉറക്കം വരാത്തതുകൊണ്ട്, ചൂട് കാലത്ത് നമുക്ക് പെട്ടെന്ന് കിടന്ന ഉറക്കമൊന്നും വരില്ല. അപ്പോൾ ആ സമയത്തൊന്നും ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഘനശ്യാം നഗറിൽ എങ്ങനെയാണ്, വേഗമുണ്ട്, വേഗം ഉറങ്ങി നേരത്തെ എണീക്കുന്ന ആൾക്കാരാണ്. ആജ് बेहद गर्मी है. रास्ते भर उसे जितने लोग मिले उन सब ने उसे गर्म और बेचैन कर देने वाले मौसम की ही बात की. ഇന്ന് ചൂട് വളരെ കൂടുതലാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെയൊക്കെ കണ്ടോ അവരെല്ലാവരും സംസാരിച്ചത് ചൂടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു കാലാവസ്ഥയെ കുറിച്ചിട്ടുമാണ്. कपड़ों की वजीहत हो गई बदकवासी, चिपचिपाहट और थकान है. अभी जब सवारी गाड़ी शोर करती हुई गुजरी तो उसे ऐसा नहीं लगा कि नींद लगाते लगाते टूट गई हो जैसा झाड़ों में प्रायः लगता है, बल्कि यूँ लगा कि अब अगर सोने की चेष्टा शुरू नहीं की गई तो सचमुच देर हो जाएगी. उसने जम्हाई ली. അപ്പോൾ ഈ ചൂട് നല്ലോണം കൂടിയത് കൊണ്ട് വേർത്ത് കുളിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എന്താണ് സമയം പോക്കല്ലാതെ വന്നുറക്കമൊക്കെ ഈ വണ്ടീൻ്റെ സൗണ്ടിൽ
പെട്ടെന്ന് ബ്രേക്കായി പോകുന്നുണ്ട്. ഇടയ്ക്ക് ഉറക്കമൊന്ന് വരും, അപ്പോഴത്തേനും വണ്ടികളുടെ സൗണ്ട് കേൾക്കും, ആ ഉറക്കം ബ്രേക്കായി പോകും. അപ്പോൾ എന്താ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഒന്നാമത് ചൂട്, പിന്നെ വണ്ടികളുടെ സൗണ്ട് എല്ലാം കാരണം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഉറക്കം വന്നിട്ടില്ല. അവസാനം പതുക്കെ ഒരുപാട് നേരത്തിന് ശേഷം പതുക്കെ ഒരു കോട്ടുവായി വന്നു. पंखों की हवा बहुत गर्म थी और वह पुराना होने की वजह से चिढ़ाती सी आवाज़ भी कर रहा था. അപ്പോൾ പതുക്കെ ഒന്ന് ഉറക്കം വന്നു തുടങ്ങിയതാണ്. അപ്പോഴത്തേന് ഈ ഫാനിൻ്റെ സൗണ്ട് ആ ഉറക്കത്തെയും കളഞ്ഞു. പഴയ ഒരു ഫാനായതുകൊണ്ട് സൗണ്ട് കാറ്റിനേക്കാളും ഫാനിൽ നിന്ന് വരുന്നത് ഫാനിൻ്റെ ആ ഒരു സൗണ്ടാണ്. കാറ്റൊന്നും വലുതായിട്ട് വരുന്നില്ല. उसको लगा दूसरे कमरे में भी लोग शायद उसकी ही तरह जम्हायाम ले रहे होंगे, लेकिन दूसरे कमरों की पंखों पुराना नहीं है. അപ്പോൾ അവിടെ കിടക്കുന്ന ആൾ ആലോചിക്കുകയാണ്, ഇനി അപ്പുറത്തെ റൂമിൽ ഇതുപോലെ ആൾക്കാർ എന്താണ് എന്നെപ്പോലെ ഫാനിൻ്റെ സൗണ്ടും കേട്ടിട്ട് ഉറങ്ങാതെ കിടക്കുന്നുണ്ടാവുമോ, വെറുതെ കോട്ടുവായ ഇട്ടിട്ട് കിടക്കുന്നുണ്ടാവുമോ എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല അവരൊക്കെ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും, കാരണം അവരുടെയൊക്കെ റൂമിലെ ഫാന് ഇത്രയും പഴയതല്ല, അവരുടെയൊക്കെ പുതിയതാണ്, അപ്പോൾ ഇത്രയും സൗണ്ട് വരാറില്ല എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കുകയാണ്. ലേക്കിൻ उसने सोचा बंद करके अन्य कमरों की आकट लेनी चाहिए. उसे कोई बहुत मासूम सी ध्वनि भी 1-1.5 मिनट तक नहीं सुनाई थी, जो सन्नाटे में काफ़ी तेज होकर आ सकती हो. അദ്ദേഹം അപ്പുറത്തെ റൂമിൽ നിന്ന് കാലൊച്ച വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ കുറേ നേരം നോക്കിയിരുന്നു, പക്ഷെ ഒരു സൗണ്ടും കേട്ടില്ല. തബി പിതാക്കി ചർഭായി ബാഹർ ചർമറായി. ആ സമയത്താണ് അച്ഛൻ കിടക്കുന്ന കട്ടിലിലെ സൗണ്ട് കേട്ടത്, കട്ടിൽ ഇങ്ങനെ ഇളകുന്ന സൗണ്ട് കേട്ടത്. വ കിസി ആക്കട്ട് സെ ഉഡേ ഹോങ്കി. അവരെന്താണ് എന്തെങ്കിലും കാലൊച്ച കേട്ടിട്ട് എണീറ്റതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. उन्होंने ठांड कर उस बिल्ली का रोना बंद कराया जो शुरू हो गया था. അച്ഛൻ എന്ത് ചെയ്യാണ്, ഒരു കരയുന്ന പൂച്ചേനെ ഓടിക്കുകയാണ്. ബില്ലി തോടി ദർ ചുപ് റഹ്കർ ഫിർ റോനെ ലഗി. ആ പൂച്ച കുറച്ചു നേരം കരയുന്നുണ്ട്, പിന്നെ നിർത്തുന്നുണ്ട്, വീണ്ടും കരയാൻ തുടങ്ങുകയാണ്. अब पिता ने ठड्डे को गज पर कई बार पटका और उस दिशा की तरफ गदेड़ने वाले ढंग से दौड़े जिधर से रोना आया था और हट हट चिल्लाई. അപ്പം അച്ഛൻ കുറച്ച് നേരം നോക്കിയിരുന്നു. ലാസ്റ്റ് നിവൃത്തികേടായപ്പോൾ ഒരു വടി എടുത്തിട്ട് എവിടെ നിന്നാണോ പൂച്ചേൻ്റെ കരച്ചിൽ കേട്ടത് അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് പൂച്ചേനെ ഒച്ചത്തിൽ ഹട്ട് ഹട്ട് പോ പൂച്ചയെ പോ എന്ന് പറഞ്ഞിട്ട് നല്ലോണം നിലവിളിക്കുകയാണ്. वह जब घूम फिर कर लौट रहा था तो पिता अपना बिस्तरा बाहर लगा कर बैठे थे. खनकी से उसने उन्हें अपनी गंजी से पीठ का पसीना रगड़ते हुए देखा और बचता हुआ वह घर के अंदर दाखिल हो गया. उसे लगा कि पिता को गर्मी की वजह से नींद नहीं आ रही है. അപ്പോൾ അദ്ദേഹം ആ പൂച്ചേനെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചിട്ട് പതുക്കെ തിരിച്ചു വന്ന് കട്ടിലിരുന്നിട്ട് എന്താണ് വേർപ്പൊക്കെ തുടച്ച് കളയാണ്. അപ്പോൾ ഈ നോക്കി നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി അച്ഛൻ എന്താണ് ചൂട് കാരണം അച്ഛൻ ഉറങ്ങാൻ പറ്റാത്തതാണ് എന്ന്. ലേക്കിൻ ഉസേ ഈ സ്ഥിതി റോഷ് ഹുവ. പക്ഷേ അച്ഛൻ ഉറങ്ങാൻ പറ്റാത്തതിൽ സിമ്പതി അല്ല, ദേഷ്യമാണ് വന്നത്. सब लोग पिता से अंदर पंखे के नीचे सोने के लिए कहा करते हैं पर वह ज़रा भी नहीं सुनते, हमें क्या बोंगो कष्ट. അപ്പോൾ ദേഷ്യം വരാൻ കാരണം എന്താണ്, ഇവരെല്ലാവരും പറയാറുണ്ട് അച്ഛൻ്റെ അടുത്ത് പുറത്തൊന്നും കിടക്കണ്ട, അല്ലെങ്കിൽ എന്താണ് ഫാനുള്ള റൂമിൽ പോയി കിടക്കുമെന്ന്. പക്ഷെ അത് അച്ഛൻ വകവെക്കുകയില്ല, ആര് പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്, അപ്പം അങ്ങനെ കഷ്ടം അനുഭവിച്ചോട്ടെ എന്ന് പറയാണ്. कुछ देर पड़े रहने के बाद वह उड़ा और उसने उत्सुकतावश खिड़की से बाहर झांका. सड़क की बत्ती छाती पर है, गर्मियों के बहुत अखर जाता है. पिता ने कई बार करवट बदली, फिर शायद चैन की उम्मीद में फाटी पर बैठ पंखा झलने लगा. पंखे की ठंडी से पीठ का वह हिस्सा घुचाते हैं जहाँ हाथ की उंगलियां दिखते से പहुंचाती है. എന്നിട്ട് കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് പതുക്കെ ഒരു വീശുരയൊക്കെ എടുത്തിട്ട് അച്ഛൻ നന്നായി തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് പിന്നെ എണീറ്റ് ഒരു വിശറി എടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് വീശുന്നുണ്ട്. അതിൻ്റെ ആ പിടിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ കമ്പ് കൊണ്ട്
അവരുടെ ഇത് പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് തുടയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. ആകാശ് और ദർഖത്തോं की तरफ देखते हैं. വീണ്ടും ആകാശത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് നോക്കുന്നുണ്ട്. റിലീഫ് पाने की किसी बहुत हल्की उम्मीद में शिकायत उगलते हैं. बड़ी भयंकर गर्मी है, एक पत्ता भी नहीं डोलता. എന്നിട്ട് വീണ്ടും ആകാശത്തേക്കും പരിസരത്തേക്കൊക്കെ നോക്കിയിട്ട് അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പറയുന്നുണ്ട്, ഓ ഭയങ്കര ചൂടായിപ്പോയി, ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് സ്വയം പറയുന്നുണ്ട്. उनका ये वाक्य जो निदान व्यर्थ है अभी अभी बीते क्षण में डूब गया. അത് വെറുതെ പറയുന്ന കാര്യമാണ് അല്ലേ, ആരും കേൾക്കാനൊന്നുമില്ല, പക്ഷെ അച്ഛൻ അതങ്ങനെ പറയുന്നുണ്ട്. गर्मी बरकरार है और रहेंगी क्योंकि ये झाड़े बरसात का मौसम नहीं है. पिता उठकर घूमने लगते हैं. एक या दो बार घर का चक्कर चौकीदारों की तरह हो करते हुए लगाते हैं ताकि कोई सेध वोद न लग सके. लौटकर बके स्वर में हे ईश्वर कहते हुए उंगली से माथे का पसीना काट कर जमीन पर चुआने लगते हैं. എൻ്റെ അച്ഛൻ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണീറ്റ് നടക്കുന്നുണ്ട്. കാരണം അച്ഛനും അറിയാം ഇനിയിപ്പോൾ എന്താണ്, ഈ ചൂട് പോവാനൊന്നും പോകുന്നില്ല, കാരണം ഇത് മഴക്കാലം ഒന്നുമല്ല, നല്ല ചൂടുള്ള അവസ്ഥയാണെന്ന്. എന്നിട്ട് അച്ഛൻ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഈ ചൗക്കിദാർ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വീണ്ടും ക്ഷീണിച്ച് വന്നിരുന്നിട്ട് ഹേ ഈശ്വർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഉംഗലി സെ മാथे का पसीना काटकर जमीन पर छुआने लगते हैं. എന്നിട്ട് വിരൽ കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ച് മുറ്റത്തേക്ക് ഭൂമിയിലേക്ക് ഇങ്ങനെ എറിയാണ്. बड़ा गज़ब है. हमारे कमरे की एक दीवार से टिड़कर बैठ जाने पर वह काफ़ी तनाव में सोचने लगा. अंदर कमरों में पंखों के नीचे घर के सभी दूसरे लोग आराम से पसरे हैं. എന്നിട്ട് ഈ മകൻ അച്ഛനെക്കുറിച്ച് ആലോചിക്കുകയാണ്, എന്തിനാണ് ഇവർ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, ഇതൊക്കെ എന്താണ് അവരുടെ വാശിപ്പുറത്തുണ്ടാവുന്ന കാര്യങ്ങളാണ് അല്ലേ. വീട്ടിനകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരും സുഖമായിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഈ സാൽ ജോ നയാ पेडस्टल खरीदा गया है और आंगन में दादी अम्मा के लिए लगता है. ഈ പുതിയ വർഷവും ഒരു ടേബിൾ ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഫാനിൻ്റെ അടുത്താണ് അമ്മ കിടന്നുറങ്ങുന്നത്. बिजली का मीटर तेज चला रहा होगा, पैसे खर्च हो रहे हैं, लेकिन पिता की रात कष्ट में ही है. വീട്ടിൽ കറണ്ട് ചാർജ് നന്നായിട്ട് കൂടുന്നുണ്ട്, മീറ്റർ നന്നായിട്ട് ഓടുന്നുമുണ്ട്, കാശ് ചിലവാവുന്നുമുണ്ട്. പക്ഷെ അച്ഛൻ ഇപ്പോഴും എന്താണ്, രാത്രി ഉറക്കില്ല. അച്ഛൻ തൻ്റെ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ട്, ഫാനൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ അതിൻ്റെ ചോട്ടിലൊന്നും പോയി കിടക്കില്ല. അപ്പം മറ്റുള്ളവരൊക്കെ അത് ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴും കഷ്ടം സഹിച്ചിട്ട് ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്. गजब नहीं है, गजब तो पिता ही जिद है. वह दूसरे का आग्रह अनुरोध मानो तपना. पता नहीं क्यों पिता जीवन की अनिवार्य सुविधाओं से भी चिढ़ते हैं. वह जलाने लगा. അപ്പം അവർക്ക് ദേഷ്യത്തിനേക്കാളും അച്ഛൻ്റെ ആ ഒരു വാശി, അതിൽ ദേഷ്യം വന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനെപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒന്നും ചെയ്യാറില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് സ്വയം കഷ്ടം അനുഭവിക്കുന്ന ഒരാളാണ്. പത്താനഹിക്കോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയേയില്ല. പിതാ ജീവൻ കി അനിവാര്യ സുവിധാവും സെ ബി ചിട്ടെ ഹേ. അനാവശ്യങ്ങളല്ല, ആവശ്യങ്ങളിൽ നിന്ന് പോലും എന്താണ് അദ്ദേഹം മാറി നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വ ജലാനെ ലഗ. അവരെന്താണ് ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. മീൻസ് സ്വയം അച്ഛനെ പഴിച്ചുകൊണ്ട് ആ മോൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. चौक से आते वक्त 4 आने की जगह 3 आने पर, 3 आने में तैयार होने पर 2 आने में तैयार हो जाने वाले रिक्शों के लिए पिता घंटे घंटे गड़े रहेंगे. അതായത് വേറൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 4 അണയ്ക്ക് വരുന്ന റിക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ അത് 3 അണയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. അവസാനം 3 അണയ്ക്ക് ഒരു റിക്ഷ വരാമെന്ന് പറഞ്ഞാൽ അത് 2 അണയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് കാശ് ചിലവാക്കാൻ മടിച്ചിട്ട് അച്ഛൻ ഒരു മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാറുണ്ട്.
धीरे धीरे सबके लिए सुविधाएं जुटाते रहेंगे लेकिन खुद उसमें नहीं या कम से कम शामिल होंगे. ഇപ്പോൾ തരക്കേടില്ലാത്ത ഇപ്പം മക്കൾക്കൊക്കെ ജോലിയായപ്പോൾ വീട്ടിൽ കുറച്ച് വരുമാനമൊക്കെ ആയപ്പോൾ തരക്കേടില്ലാത്തൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അച്ഛൻ അതൊന്നും ഉൾക്കൊള്ളൂല. അച്ഛൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പഹലെ ലോഗ് ഉസ്കി കാഫി ചിരൗരി കിയാ കർത്തെ തേ അബ് ലോഗ് ഹാർ ഗയി ഹെ. ആദ്യമൊക്കെ എല്ലാവരും അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു തോറ്റുപോയി. ജാനനെ ലഗേ ഹി പിതാ കെ ആകെ കിസി കി ചലേങ്കി നഹി. എല്ലാവർക്കും മനസ്സിലായി ഇനി അച്ഛൻ്റെ മുന്നിൽ ആരെന്ത് പറഞ്ഞാലും നടക്കൂല എന്ന്. കാരണം അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു മറ്റുള്ളവർ തോറ്റുപോയി. ഇനി ആരും പറയാനും നിൽക്കുന്നില്ല. ആജ് തക് കിസി നെ പിതാ കോ वैश बेसिन में मुंह हाथ धोते नहीं देखा. बाहर बगिया वाले नल पर ही खुला दातुन करते हैं. दादाबाई ने अपनी पहली तनख्वाह से गुसलखाने में बड़े उत्साह के साथ एक खूबसूरत शवर लगवाया. लेकिन पिता को अर्सी से हम सब आंगन में धोती को लंगड़ों की तरह बांधकर तेल चुपड़े बदन पर बाल्टी पानी डालते देखते आ रहे हैं. അപ്പോൾ പിന്നെ വീട്ടിൽ വേറൊരു കാര്യം പറയാണ്. വീട്ടിൽ ആരും തന്നെ വാഷ് ബേസിനിൽ അച്ഛൻ മുഖവും കൈയും കാലും ഒന്നും കഴുകുന്നത് കണ്ടിട്ടേ ഇല്ല. അച്ഛൻ എപ്പോഴും ആ ഒരു ഗാർഡൻ്റെ അടുത്തുള്ള തുറന്ന പൈപ്പിൽ പോയിട്ടാണ് കൈയും കാലമൊക്കെ കഴുകുന്നത്. അതുപോലെ തന്നെ മൂത്ത ചേട്ടൻ ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ബാത്റൂമിൽ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഷവർ വെച്ചു. പക്ഷേ അച്ഛൻ ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും മുറ്റത്ത് ആ ഗാർഡൻ്റെ അടുത്തുള്ള തുറന്ന പൈപ്പിൽ അവിടെ ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ബാൽട്ടി പാനി ഡാൽത്തെ ഓരോ ബക്കറ്റ് നിറച്ച വെള്ളത്തിൽ തന്നെയാണ് കുളിക്കുക. ഷവറൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. गुलेम ने स्नान करके जनेऊ से छाती और पीठ का मैल काटेंगे. शुरू में दादाबाई ने सोचा पिता उसके द्वारा शवर लगवाने से बहुत खुश होंगे और उन्हें नई चीज़ का उत्साह होगा. पिता ने जब कोई उत्साह प्रकट न किया तो दादाबाई मन ही मन काफ़ी निराश हो गई. അപ്പോൾ ചേട്ടൻ ഈ ഷവർ വാങ്ങിയിട്ട് വരുമ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷവും ഉത്സാഹവും ഒക്കെ ആയിരുന്നു. കാരണം അച്ഛന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുതിയൊരു സാധനം അച്ഛനും കൂടെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചതിന് അച്ഛൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊക്കെ ഏട്ടനും വിചാരിച്ചിരുന്നു. പക്ഷെ അച്ഛൻ അത് നോക്കിയത് പോലും ഇല്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല. അതിലൊരു സന്തോഷം അച്ഛൻ പ്രകടിപ്പിച്ചിരുന്നില്ല. അതിൽ ഏട്ടന് ഭയങ്കര നിരാശയുണ്ടായി. एक दो बार उन्होंने हिम्मत करके कहा भी अब अंदर आराम से क्यों नहीं नहाते. तभी पिता आसानी से उसे ढाल गई. അപ്പോൾ അവസാനം ഒരുപാട് ശക്തിയൊക്കെ വരുത്തിച്ചിട്ട് അദ്ദേഹം അധികാരത്തോടു കൂടി ചോദിച്ചു. ചേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അകത്ത് പോയി കുളിച്ചാൽ എന്ന് ചോദിച്ചു. അതിന് അച്ഛൻ തള്ളിക്കളഞ്ഞു എന്ന് പറയാണ്. लड़कों द्वारा बाजार से लाई बिस्कुट महंगे फल पिता कुछ भी नहीं लेते. कभी लेते भी हैं तो बहुत नाक बहुत सिकोड़ कर उसके बेसौध होने की बात पर शुरू में ही जोर देते हुए. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റും അതുപോലെ തന്നെ വില കൂടിയ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ അച്ഛനും കൊടുക്കും. പക്ഷെ അച്ഛൻ അതൊന്നും കഴിക്കില്ല. അവസാനം നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അച്ഛനത് ഭയങ്കര ഇങ്ങനെ നെറ്റിയും മൂക്കും ഒക്കെ ചുളിച്ചിട്ട്, അതായത് വേണ്ടാത്തൊരു എന്തോ ഒരു വൃത്തികെട്ട സാധനം കഴിക്കാൻ കൊടുക്കുന്ന പോലെ അച്ഛൻ ഭയങ്കര അറപ്പോട് കൂടിയിട്ടില്ലെങ്കിൽ നാക്ക് ബാഹു സിക്കോട്ടുകർ, അതൊക്കെ മുഖവും നെറ്റിയൊക്കെ പുരുകും ഒക്കെ ചുളിച്ചിട്ട് എന്തോ ബേസോത് ഹോനിക്ക് ബാത്ത്, എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം കഴിക്കുന്ന പോലെ ആർക്കോ വേണ്ടി കഴിക്കും. अपनी अमावट गजक और दाल रोटी के अलावा दूसरों द्वारा लाई चीज़ों की श्रेष्ठता से वह कभी प्रभावित नहीं होते. എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ സാധനങ്ങൾ, അതായത് ഈ കപ്പലണ്ടി മുട്ടായി, ഇല്ലെങ്കിൽ എള്ളുണ്ട, പിന്നെ അതുപോലെ ദാൾ റൊട്ടി, ഇതൊക്കെ അല്ലാതെ എത്ര വിലപിടിപ്പുള്ള ഫുഡ് കൊണ്ടുവന്നാലും അച്ഛൻ അതിലൊന്നും ഇൻഫ്ലുവൻസ് ആവില്ല. അച്ഛനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതൊന്നും പറ്റില്ല. वह अपना हाथ पाँव जानते हैं, अपना अर्जन और उसी में उन्हें संतोष है.
അദ്ദേഹത്തിന് തൻ്റെ ഹാത്ത് പാവ് ജാനത്തെ ഹി എന്ന് വെച്ചാൽ വരുമാനം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അത് അറിഞ്ഞു മാത്രമേ ചെലവ് ചെയ്യുള്ളൂ. അതിലാണ് അദ്ദേഹം സന്തോഷിക്കുന്നത്. वो पुत्र जो पिता के लिए कुल्लू का सेब मांगने और दिल्ली एम्ब्रोरियम से बढ़िया धोतियाँ मांगकर उन्हें पहनाने का उत्साह रखते हैं, तब तेजी से पिता विरोधी होते जा रहे हैं. सुगी बच्चे भी अब गाहे बहा के मुँह बोलते हैं और क्रोध उगल देते हैं. മക്കൾ അച്ഛന് വേണ്ടിയിട്ട് കുളുവിലെ ആപ്പിളും അതുപോലെ തന്നെ വില കൂടിയ ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവന്നാലും അച്ഛൻ അതൊക്കെ അച്ഛൻ ഇട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും മക്കൾ കൊണ്ടുവരുന്നത്. പക്ഷെ അച്ഛൻ അത് അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്യും, വേണ്ടാന്ന് പറയും. അതുമാത്രമല്ല വിരോധം നന്നായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യും. മക്കളൊക്കെ വലുതായിട്ടുണ്ടെങ്കിലും അച്ഛൻ ഇതൊന്നും വേണ്ടെങ്കിലും എന്താണ് സുഗി ബച്ചെ ബി അബ് ഗാഹെ ബഹാ കെ മുഖ് ഗോൽത്തെ ഹി ഓർ ക്രോധ് ഉഗൽ ദേത്തെ ഹി. മക്കൾക്ക് അച്ഛന് ഇതൊന്നും വേണ്ടെങ്കിലും മക്കൾ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്തുള്ള വിരോധവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ കാണിക്കൽ അവർക്കും ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നാണ്. മക്കൾക്ക് ഇപ്പോൾ വരുമാനമൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛനെ നല്ല രീതിയിൽ നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് പറഞ്ഞാണ് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ അതൊന്നും ഉൾക്കൊള്ളില്ല. അച്ഛനൊരു രീതിയുണ്ട്, ആ രീതിയിലാണ് അച്ഛൻ മുന്നോട്ട് പോകുന്നത്.